ഹായ് വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ വീക്ക് ആട്ടോ. അപ്പൊ ഞാനിങ്ങനെ ഡേ ഇൻ മൈ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് വീഡിയോസ് ഒക്കെ കുറച്ച് കുറച്ചായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. എന്നാ പിന്നെ ഒരു ഡേ ഇൻ മൈ വീക്ക് ആവാന്ന് വിചാരിച്ച്. അപ്പൊ ഈ ഒരു വീക്ക് നല്ല പ്ലാനിങ്ങോട് കൂടി നല്ല പ്രൊഡക്റ്റീവ് ആയിട്ട് ചെയ്യാലോ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ വീട്ടിലത്തെ കുക്കിംഗ്, ക്ലീനിങ്, എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങളെ പറ്റി പഠിക്കാനും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാന് ഒരു പ്ലാൻ ഒരു നോട്ട് പോലെ എഴുതുകാന്ന് വിചാരിച്ചിട്ടോ. രാവിലെ തന്നെ ആട്ടോ ഇതിനിരുന്നത്. അപ്പൊ ഒരു നല്ല അറ്റ്മോസ്ഫിയർ ഒക്കെ വരട്ടെ വിചാരിച്ചിട്ട് ഒരു കാൻഡിലൊക്കെ കത്തിച്ച് വെച്ചിട്ടാട്ടോ ചെയ്യണേ. അപ്പൊ ഞാനിങ്ങനെ പ്ലാനിങ് ഓരോന്ന് എഴുതണ സമയത്ത് ഞാൻ എൻ്റെ ഉമ്മനെ പറ്റി ആലോചിച്ചിട്ടോ. അവരെത്ര കരുതലോടും സ്നേഹത്തോടും ആണല്ലേ നമുക്ക് പല കാര്യങ്ങളും ചെയ്തു തന്നിട്ടുള്ളത്. എത്ര എത്ര കാര്യങ്ങളും എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും ഒന്നിനും പരാതിയും പരിഭവവും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ഭയങ്കര സ്നേഹത്തോടും ഇഷ്ടത്തോടും കൂടിയിട്ടല്ലേ ചെയ്തത്. ഞാനൊരു ഉമ്മായി നിൽക്കുന്ന സമയത്താട്ടോ എനിക്കതിന്റെ പല കാര്യങ്ങളും പല ബുദ്ധിമുട്ടുകളും എനിക്ക് മനസ്സിലായത്. എന്നാൽ കൂടിയും ഓര് ചെയ്തതിന്റെ ഒരു 100-ൽ 1 ഭാഗം പോലും ചെയ്യാൻ എനിക്ക് പറ്റണില്ല എന്നതാട്ടോ ഒരു സത്യം തന്നെ. അപ്പം അതൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതി കംപ്ലീറ്റ് ചെയ്തുട്ടോ. ഫാദി നല്ല ഉറക്കത്തിലാട്ടോ. ഫാദി എണീറ്റ് കഴിഞ്ഞാല് പെന്ന് വേണംന്ന് പറഞ്ഞ് വാശി പിടിച്ച്, ബുക്ക് വേണംന്ന് പറഞ്ഞ് വാശി പിടിച്ച് ഇതൊന്നും എന്നെക്കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റല് ഉണ്ടാവൂല. അതുകൊണ്ടന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഓൻ ഉറങ്ങണ സമയാട്ടോ എന്തുകൊണ്ടും നല്ലത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞാനൊരു ചായയൊക്കെ കുടിച്ച് കുറച്ചു നേരം പുറത്തോട്ട് നോക്കി എന്തെല്ലൊക്കോ ആലോചിച്ചുകൊണ്ടിരിക്കാട്ടോ. പിന്നെ എന്താന്നറിയില്ല. പിന്നെ വീഡിയോസും കാര്യങ്ങളും ഒന്നും ഞാൻ എടുത്തില്ല. പിന്നെ രാത്രിയാ വീഡിയോ എടുക്കണേ. രാത്രി വീഡിയോ എടുക്കാൻ കാരണമുണ്ട്. ഞങ്ങളിവിടെ വില്ലയിലാട്ടോ താമസിക്കണേ. അപ്പൊ ഇവിടെ ഞങ്ങള് കൂടാതെ വേറെ ആൾക്കാരുണ്ട്. കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ. അപ്പൊ അതിലൊരു മോളെ ബർത്ത്ഡേ ആട്ടോ. അപ്പൊ പെട്ടെന്ന് വന്നിട്ടാട്ടോ ബർത്ത്ഡേ ആണ് കേക്ക് കട്ട് ചെയ്യാൻ വാന്ന് പറഞ്ഞ് മോനെ വിളിച്ചത്. അപ്പൊ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണല്ലോ എന്ന് ആലോചിക്കുമ്പോ എന്നാ പിന്നെ എന്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വിചാരിച്ചു. അങ്ങനെ ഒരു കുഞ്ഞു ഗിഫ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു കുഞ്ഞു ഗിഫ്റ്റ് ആട്ടോ. ഞാൻ റിംഗ് ആൽബാട്ടോ ഉണ്ടാക്കി കൊടുത്തത്. അങ്ങനെ ഹസ്ബൻഡ് എന്നെ സഹായിക്കുന്നുണ്ട് ട്ടോ. അപ്പൊ ഞാൻ മോന് എപ്പോഴും ഇവിടെ ചിലപ്പോഴൊക്കെ ബർത്ത്ഡേ ഉണ്ടാവാണെങ്കിൽ മോന് പോകാന്നല്ലാതെ എന്റെ കൂടെ പോയി എന്റെ കൂടെ തന്നെ തിരിച്ചു വരും ട്ടോ. ഇന്നൊക്കെ ഞങ്ങളൊക്കെ അതിശയിപ്പിച്ച് ഓൻ അവിടെ തന്നെ നിന്ന് ആ പാർട്ടി മൊത്തം എൻജോയ് ചെയ്ത് കേക്ക് കട്ട് ചെയ്യണ സമയത്തൊക്കെ അവിടെ നിന്നുട്ടോ. അപ്പൊ ഓന് നിക്കണ കണ്ടപ്പോ എനിക്ക് തോന്നിയത് നമ്മള് സ്കൂളിലൊക്കെ കുട്ടികള് മറ്റേ ആംഗ്യപ്പാട്ടിനൊക്കെ നിക്കണ പോലാട്ടോ എനിക്ക് തോന്നിയത്. അറ്റൻഷനായിട്ട് ഓനിങ്ങനെ എന്തോ അത്ഭുതത്തിൽ നോക്കി നിക്കാട്ടോ. എനിക്ക് ആ വീഡിയോ കണ്ട സമയത്ത് ഒരേ സമയത്ത് സന്തോഷവും സങ്കടമാട്ടോ തോന്നിയത്. സന്തോഷം എന്താന്ന് വെച്ചാല് ഓൻ എത്ര പെട്ടെന്ന് വലുതായല്ലോ. ഇന്നലെ പ്രസവിച്ച പോലാട്ടോ എനിക്ക് തോന്നിയത്. സങ്കടം എന്താന്നാലും ആ കാരണം തന്നെ ട്ടോ. എത്ര പെട്ടെന്നാണ് അവൻ വലുതായി എന്നുള്ളതും ഇത് സങ്കടാട്ടോ. അങ്ങനെ ഞായറാഴ്ച ഈവനിങ് ആയിട്ടോ. ഞായറാഴ്ച രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും അതിപ്പോ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ഞാൻ ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഏഹ് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് ഈ വൈകുന്നേരം ഈ രാവിലത്തെ ആ ഒരു വൈബും കാര്യങ്ങളൊന്നും എനിക്ക് ആസ്വദിക്കാൻ പറ്റില്ല. കാരണം രാവിലെ ഞാൻ നേരം വൈകിട്ടാണ് എണീക്കുന്നത്. പക്ഷേ ഈ വൈകുന്നേരം ഞാൻ കിട്ടുന്ന ചാൻസ് ഒക്കെ മുതലാക്കലുണ്ട്. എനിക്ക് ആ രാ വൈകുന്നേരം രാത്രി ആവണതുണ്ടല്ലോ. ആ വൈകുന്നേരത്തിനെ ഇങ്ങനെ രാത്രി ഇങ്ങനെ വെൽക്കം ചെയ്ത് ഇങ്ങനെ ഒരു ചുവന്ന കളറായിട്ട് ഇങ്ങനെ പോണ ഒരു സംഭവം ഉണ്ടല്ലോ. അതൊക്കെ എന്ത് രസാന്നറിയോ. എനിക്ക് പുറത്ത് കാഴ്ചകൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടാ. ഈ ചില ഇങ്ങനെ എന്നെ പല കാര്യങ്ങളും എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിലും അതിലൊരു കാര്യങ്ങളിൽ ഒന്നാട്ടോ ഇത്. ഈ പച്ചപ്പും ഹരിതാപവും ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തരുട്ടോ. കേൾക്കുമ്പോ കോമഡി ആയി തോന്നിയെങ്കിലും പക്ഷെ എനിക്കത് മനസ്സിനൊരു സമാധാനം കിട്ടലുണ്ട്. ചിലപ്പോ പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ ഞാൻ കൂടുതലും നോക്കണതും ആസ്വദിക്കണതും ഇങ്ങനത്തെ പുറത്തത്തെ പുല്ല്, ഇല, പിന്നെ ഇവിടെ അതൊക്കെ കുറവാണ്. എന്നാലും ഇവിടെ ഉണ്ട് ട്ടോ ഇപ്പഴും. പിന്നെ ഞങ്ങളെങ്ങട്ടാ പോണോന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഹസ്ബൻഡ് ഏറ്റവും പ്രിയപ്പെട്ട ശോഭ സാറിന്റെ അടുത്തേക്കാട്ടോ. കുറേ ദിവസങ്ങളായിട്ട് നാളെ വരാം, ഇന്ന് വരാംന്ന് പറഞ്ഞ് ദിവസങ്ങൾ അങ്ങനെ നീണ്ടു പോവാന്നല്ലാതെ അവരുടെ അടുത്തേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല ട്ടോ.
പിന്നെ 2 കഴിഞ്ഞ ആഴ്ച അതിന്റെ മുന്നത്തെ ആഴ്ച ഓരോ തിരക്കും കാര്യങ്ങളായിട്ട് ഇങ്ങനെ നീണ്ടു പോയതാട്ടോ. അപ്പൊ ഞങ്ങളെ വരണമെന്ന് ഇന്നും പ്രതീക്ഷിച്ച് അവര് ലാസ്റ്റ് ഒരു ബീച്ചിലേക്ക് പോയിട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരിട്ട് ബീച്ചിലോട്ടാട്ടോ ചെന്നത്. ബീച്ചിൽ ചെന്ന് അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാട്ടോ. അതിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്കാട്ടോ ഞങ്ങൾ വന്നത്. ബീച്ചിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് നല്ല മുട്ടം പണി കിട്ടുട്ടോ. ഫാദീനെ കഴുകുക എന്നതല്ല, ഫാദീന്റെ ടോയ്സ് കാര്യങ്ങളൊക്കെ നല്ല മണ്ണ് പോലെ ആയിട്ടുണ്ടാവും ട്ടോ. അപ്പൊ ഓന് ഫുൾ സന്തോഷത്തിൽ എൻജോയ് ചെയ്ത് ഓടി ചാടി അവിടൊക്കെ നല്ല അടിച്ചു പൊളിച്ച് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെയും കൂട്ടി ഓരോ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയിട്ടോ. അങ്ങനെ പാൽക്കാപ്പിയും പാൽ പൊറാട്ട ഒക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരിക്കാട്ടോ. ആദ്യം പ്രത്യേകിച്ച് അങ്ങനെ എല്ലാരോടും പ്രത്യേകം കൂട്ടുകൂടുന്ന ഒരു ടൈപ്പ് ആളല്ല ട്ടോ. പക്ഷെ ഇവരെ ഭയങ്കര ഇഷ്ടാണ്. ഇവരോട് ഭയങ്കര കൂട്ടും. ജോബു സാറെ അടുത്ത് പോകാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടാട്ടോ ഫാദിക്ക്. അപ്പൊ ഫാദി എന്താന്നറിയില്ല, ഗ്രാൻഡ് പാരൻസ് ഉണ്ടാവുമല്ലോ, അതേപോലത്തെ ഒരു അറ്റാച്ച്മെന്റ് ആട്ടോ ഫാദിക്ക് അവരോടുള്ളത്. അത് ചിലപ്പോൾ ഓര് കൊടുക്കണ സ്നേഹം കൊണ്ടായിരിക്കാം, സ്നേഹത്തിന്റെ ആത്മാർത്ഥത കൊണ്ടായിരിക്കാം, എന്തോ ഫാദിക്ക് ഭയങ്കര ഇഷ്ടാണ്. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് ഫുഡൊന്നും വാങ്ങിക്കാതെ അവരെ കൂടെ കൂടിയിട്ടാട്ടോ ഫുഡ് കഴിക്കണത്. എന്നെ ഓന് ശ്രദ്ധിക്കണം കൂടിയില്ല. ഓൻക്ക് ഓരെ കൂടെ ഭയങ്കര എന്തോ അധികാരത്തിലാട്ടോ കയറി നിൽക്കണേ. ഓരെ കൂടെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ കൂടെ ഓരോ മോനും ജോയിൻ ചെയ്തിട്ടോ. അപ്പോ പാതി പറയണത് ഞാനാണ് കുട്ടി. അപ്പോൾ ഒരുപാട് നല്ല കോൺവെർസേഷനും ഒരുപാട് നല്ല സന്തോഷമായിട്ടുള്ള ഒരു മൊമെന്റ് ആട്ടോ ഈ ഒരു രാത്രി. അപ്പൊ ഇതിവിടെ വെച്ച് എൻ്റെ ആവാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.